മലപ്പുറം തിരൂർ പുറത്തൂരിൽ യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പുഴയിൽ കണ്ടെത്തിയ ദാരുണമായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന കൊലപാതക വിവരങ്ങൾ പുറത്ത്. പുറത്തൂർ പടിഞ്ഞാറേക്കര സ്വദേശിനിയായ ഫൗസിയയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഭാര്യയുടെ സ്വയം പര്യാപ്തതയിലും വീട്ടുജോലിക്ക് പോകുന്നതിലുമുള്ള കടുത്ത പക മൂലം ഭർത്താവ് ഹുസൈൻ തന്നെയാണ് ഫൗസിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിനു ശേഷം കേരളം വിട്ട് ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ തിരൂർ പോലീസ് സംഘം പൂക്കയിൽ വെച്ച് ബസ്സിൽ സഞ്ചരിക്കവേ സാഹസികമായി പിടികൂടുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം പൂർണ്ണമായും സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് നാടിനെ വിറപ്പിച്ച ഈ കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. തിരൂർ പുഴയിലെ പടിഞ്ഞാറേക്കര ബോട്ട് ജെട്ടിക്ക് സമീപത്തു നിന്നാണ് യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും കണ്ടെത്തിയത്. സാധാരണ പോലെ മത്സ്യബന്ധനത്തിന് പോകാനായി തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങുന്നതിനായി ബോട്ടിലെ നങ്കൂരം വലിച്ചെടുക്കുന്നതിനിടെ അതിൽ മറ്റൊരു നങ്കൂരം കയറിൽ കുടുങ്ങുകയായിരുന്നു. സംശയം തോന്നി ഇത് കൂടുതൽ ബലം പ്രയോഗിച്ച് വെള്ളത്തിന് മുകളിലേക്ക് വലിച്ചെടുത്ത് പരിശോധിച്ചപ്പോഴാണ് കനത്ത ഭാരമുള്ള ചാക്കിൽ കെട്ടിയ നിലയിൽ ജീർണിച്ചു തുടങ്ങിയ മൃതദേഹം കണ്ടത്. തുടർന്ന് വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും നടത്തിയ വിശദമായ ഇൻക്വസ്റ്റ് പരിശോധനയിൽ മൃതദേഹം കാണാതായ ഫൗസിയുടേതാണെന്ന് ബന്ധുക്കളും പോലീസും ഉറപ്പിക്കുകയായിരുന്നു. ഫൗസി സ്വന്തമായി വീട്ടുജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ദമ്പതിമാർക്കിടയിൽ നിലനിന്നിരുന്ന രൂക്ഷമായ തർക്കമാണ് ഒടുവിൽ അതിദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് തിരൂർ പോലീസ് വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികളായ ഹുസൈനും ഫൗസിയും തമ്മിൽ കുടുംബകാര്യങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും വാക്കുതർക്കം പതിവായിരുന്നു. ഫൗസി ചില വീടുകളിൽ തൂത്തുവാരാനും മറ്റ് വീട്ടുജോലികൾക്കുമായി പോകാറുണ്ടായിരുന്നു. എന്നാൽ താൻ വിലക്കിയിട്ടും അത് കേൾക്കാതെ സ്വന്തം നിലയ്ക്ക് ജോലിക്ക് പോകുന്നതിൽ ഹുസൈന് ഭാര്യയോട് കടുത്ത അമർഷവും പകയും മനസ്സിലുണ്ടായിരുന്നു. സംഭവത്തിന് തൊട്ടു മുൻപുള്ള ബുധനാഴ്ചയും ഇതേ വിഷയത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ വീട്ടിൽ വെച്ച് രൂക്ഷമായ വഴക്ക് നടന്നിരുന്നു. തുടർന്ന് കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്ത ഹുസൈൻ തൊട്ടടുത്ത വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫൗസിയെ വിളിച്ചുണർത്തി. കടലിൽ വലിയ തോതിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും മീൻ വാരാൻ സഹായിക്കാനായി കൂടെ വരണമെന്നും പറഞ്ഞാണ് ഹുസൈൻ ഫൗസിയെ വീട്ടിൽ നിന്നും പുഴക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് വിജനമായ പുഴക്കരയിൽ വെച്ച് ഫൗസിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം മുൻകൂട്ടി കരുതിയ ചാക്കിലാക്കി കെട്ടി പുഴയിൽ നങ്കൂരത്തിൽ കൂട്ടിയിട്ട് താഴേക്ക് താഴ്ത്തി. ആരും കാണാതെ ഇയാൾ മുങ്ങുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ എഴുന്നേറ്റ മകൻ സ്വന്തം ജോലിയിലേക്കും മകൾ പഠിക്കുന്ന സ്കൂളിലേക്കും പോയെങ്കിലും വൈകിട്ടായിട്ടും മാതാപിതാക്കളെ രണ്ടുപേരെയും കാണാതായതോടെ സംശയം തോന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കൊലപാതകത്തിനു ശേഷം ഒളിവിലായ ഹുസൈന്റെ മൊബൈൽ ഫോൺ വ്യാഴാഴ്ച പുറത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഒരല്പസമയം ഓണാക്കി. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായി. കാണാതായ ദമ്പതികൾക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പുഴയിൽ നിന്നും ഫൗസിയുടെ മൃതദേഹം ലഭിക്കുന്നത്. ഇതോടെ ഹുസൈനായി പോലീസ് വലവിരിച്ചു. ശനിയാഴ്ച രാവിലെ തിരൂർ പൂക്കയിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രതിയെ പോലീസ് സംഘം വളഞ്ഞു പിടിക്കുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ആവശ്യമായ തെളിവെടുപ്പിന് ശേഷം റിമാൻഡ് ചെയ്യും.